എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയെ ഇനി പത്മിനി ഗോപിനാഥ് നയിക്കും. പത്മിനി ഗോപിനാഥിന് ഇത് രണ്ടാം ഊഴമാണ്. ജനഹിതം മാനിച്ച് പ്രവർത്തിക്കുമെന്നും അഴിമതിരഹിത ഭരണമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും അവർ പറഞ്ഞു. നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ പദവിയിലേക്ക് പത്മിനി ഗോപിനാഥിന് ഇത് രണ്ടാം ഊഴമാണ്. ജനഹിതം മാനിച്ചു പ്രവർത്തിക്കുമെന്നും അഴിമതിരഹിത ഭരണം ഉറപ്പു നൽകുന്നുവെന്നും ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അവർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 7-നെതിരെ 28 വോട്ടുകൾക്കാണ് വിജയം നേടിയത്. CPM അംഗം സ്വപ്ന ടീച്ചറെയാണ് പരാജയപ്പെടുത്തിയത്. BJP അംഗം MK വിജയനാരായണൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വരണാധികാരിയായ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് UDF നേതാക്കളുടെ നേതൃത്വത്തിൽ ചെയർപേഴ്സണെ സീറ്റിലേക്ക് ആനയിച്ചു. പൂമാലകളും ഷാളുകളുമിട്ട് UDF അംഗങ്ങൾ വരവേറ്റു. KPCC അംഗവും മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാവുമാണ് പത്മിനി ഗോപിനാഥ്. പദ്ധതികൾ വേഗത്തിലാക്കുമെന്നും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും നിലമ്പൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിലെ അടച്ചിട്ട കംഫർട്ട് സ്റ്റേഷൻ ഉടൻ തുറന്നു കൊടുക്കുമെന്നും അവർ പറഞ്ഞു. ഈ വരുന്ന 5 വർഷത്തേക്ക് ജനഹിതമനുസരിച്ച് ജനസേവനം ചെയ്യാൻ എന്നെയും സഹ കൗൺസിലർമാരെയും ഈ നാട്ടുകാർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ജനഹിതം നീതിപൂർവമായി സുതാര്യമായി അതോടൊപ്പം അഴിമതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ സഹപ്രവർത്തകരായ UDFന്റെ കൗൺസിലർമാർ എന്നോട് അതേപോലെ മുന്നോട്ട് നീങ്ങാൻ സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് പൂർണ്ണ പിന്തുണയാണ്. അതോടൊപ്പം എൻ്റെ സഹ കൗൺസിലർമാർ എന്നോടൊപ്പം നീങ്ങി നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടി, അത് ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു സമ്പൂർണ്ണ ഗ്രാമസ്വരാജിന് വേണ്ടി ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഏറ്റവും അടിസ്ഥാന തലത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കൂടിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി മറ്റുള്ളവരോടൊപ്പം നിലനിർത്താനുള്ള ഒരു സാധ്യതകൾ ഇവിടെ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പൂർത്തീകരണ കാലയളവിൽ ഇപ്പം നിൽക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദിവസങ്ങൾ ജീവനക്കാരും കഴിഞ്ഞ ജനപ്രതിനിധികളും അതുപോലെ ജനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഞാൻ വ്യക്തമായും ബോധ്യപ്പെടുന്നത് ഇവിടത്തെ പദ്ധതി പൂർത്തീകരണം വേണ്ടത്ര പുരോഗതി വന്നിട്ടുണ്ടാകില്ല എന്നാണ്. അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പരമാവധി വേഗത്തിൽ നേടിക്കൊടുക്കാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് ഇനിയുള്ള ഒരു ദിവസവും വിശ്രമമില്ലാതെ നമ്മളുടെ ഗുണഭോക്താക്കളെ മുഴുവൻ നേരിൽ കണ്ടവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും അനുവദിച്ചു കിട്ടിയ പദ്ധതികളെല്ലാം യഥായോഗ്യം വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനൊപ്പം ഇവിടുത്തെ ജീവനക്കാരെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പിന്തുണച്ച് ഞങ്ങളോടൊപ്പം നിർത്താൻ വേണ്ടി ഞാൻ മുൻകൈ എടുക്കും. അതോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരണ കാലം കഴിയുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് പരമാവധി സ്പില്ലോവർ ഒഴിവാക്കി നിർത്താനും ഇതേപോലെ ജനങ്ങൾക്ക് നൽകിയൊരു വാക്ക് UDF ഭരണം അധികാരത്തിൽ വന്നാൽ അഴിമതി മുക്തമായിരിക്കും നഗരസഭ എന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആദ്യ യോഗത്തിൽ തന്നെ ഞങ്ങൾ അത് പ്രഖ്യാപിക്കും. ഏറ്റവും സുതാര്യമായി അഴിമതി ഇല്ലാതെ, അഴിമതി എവിടെയെങ്കിലും കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലയളവിൽ നടന്ന പദ്ധതിയുടെ പൂർത്തീകരണം കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ഞങ്ങൾ അത് അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കൂടി തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ നമുക്ക് ഒട്ടേറെ സാധ്യതകളുണ്ട്. ടൂറിസം മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ MLA കൊണ്ടുവരുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ ചിലത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫണ്ടിന്റെ അപര്യാപ്തതയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് ലഭ്യമല്ലാത്തത് കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പോലെ പിന്നെ ഈ ടൂറിസം വികസന പദ്ധതികൾക്കൊക്കെ മുടക്കം വന്നിരിക്കുക. നമ്മുടെ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാനും നമ്മളെ കംഫർട്ട് സ്റ്റേഷൻ അടക്കം ഇപ്പൊ അത് കൂട്ടിക്കിടന്നിട്ട് മാസങ്ങളായി അത് അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ
കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അത് സ്ഥലം നോക്കി അതിനെ പറ്റിയ ഒരു പദ്ധതി, അതായത് ഇപ്പൊ വെള്ളം പൊങ്ങാണ് ആ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളുടെ നാട്ടിൽ, കേരളത്തിൽ പല ഭാഗത്തും കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെയും ടോയ്ലറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സാങ്കേതികത എന്ന് പറഞ്ഞാൽ ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കുകയാണ് അവിടെയൊക്കെ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. അങ്ങനെ എന്ത് സാങ്കേതികത ഉപയോഗിച്ചാണ് നമ്മളുടെ ഈ കംഫർട്ട് സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപടിയെടുത്ത് അത് പിന്നെ പുരോഗതിച്ച് അത് നടപ്പിലാക്കാനുള്ളത് വെച്ചാൽ അന്ന് തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിലുള്ള, കാരണം ഒരുപാട് സ്ത്രീകൾ പരാതി പറയുകയാണ്, അവർ ടോയ്ലറ്റ് പോകാൻ നിവൃത്തിയില്ലാതെ അടുത്ത ഹോട്ടലുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അത്തരം അവസ്ഥകൾ മുന്നോട്ട് കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രയാസം ലഘൂകരിക്കുക എന്നുള്ളത് ഈ ഭരണസമിതിയുടെ കർത്തവ്യമായതിനാൽ ഒട്ടും സമയം ചെലവഴിക്കാതെ ഞാൻ ഇനി എന്റെ സഹപ്രവർത്തകരോടെ കൗൺസിലർമാരോട് പറയണത്, ഇനി കൗണ്ട് ഡൗൺ ആണ്. ഇത് ദിവസങ്ങൾ കൗണ്ട് ഡൗൺ. അപ്പൊ അത് കുറവില്ലാതെ ഒരു ദിവസവും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം, നാട്ടുകാരുണ്ടാവണം. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ജനഹിതം ജനഹിതം ജനഹിതം. താങ്ക് യു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി കൂടിയായ കൂമഞ്ചേരി ഷൗക്കത്ത് അലിയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുക. നാണിക്കുട്ടി നഗരസഭയിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. 36-അംഗ ഭരണസമിതിയിൽ UDFന് 28 അംഗങ്ങളുണ്ട്. കോൺഗ്രസ് 21, മുസ്ലിം ലീഗ് 7 എന്നിങ്ങനെയാണ് കക്ഷിനില. LDFൽ 7 അംഗങ്ങളാണുള്ളത്. CPM 5, CPI 1, കേരള കോൺഗ്രസ് M 1, NDA 1 എന്നിങ്ങനെയാണ് അംഗങ്ങളുള്ളത്. പത്മിനി ഗോപിനാഥ് നഗരസഭയിലേക്ക് എത്തുന്നത് 3-ാം തവണയാണ്. 2010-ൽ നിലമ്പൂർ പഞ്ചായത്ത് നഗരസഭയായപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് MLA ആയിരുന്നു പ്രഥമ ചെയർമാൻ. പത്മിനി ഗോപിനാഥ് ഈ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. 2015 മുതൽ 2020 വരെ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു. ഈ കാലയളവിലാണ് നിലവിലെ നഗരസഭ നിർമ്മിച്ചത്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ കൗൺസിൽ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന മുസ്ലിം ലീഗിന് 7 സീറ്റുകൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കാണ് കുമഞ്ചേരി ഷൗക്കത്ത് അലി എന്ന നാണിക്കുട്ടി വഹിച്ചത്. ഇതിനുള്ള അംഗീകാരം കൂടിയാണ് പാർട്ടി നാണിക്കുട്ടിയെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് എത്തിക്കുന്നത്. A+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.